നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ വിശേഷത്തില് സുകന്യ മുറി ചെറുതാണ്, മുറിയെക്കുറിച്ചുള്ള നൂറ് കുറ്റങ്ങളൊക്കെ ധർമ്മനോട് പറയുവാണ്. ഈ സമയത്ത് ധർമ്മന് വല്ലാത്തൊരു വിഷമായി. ധർമ്മൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല സുകന്യ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന. തനിക്ക് യോജിച്ച ഈ ദേവമംഗലത്തിൽ യോജിച്ച ഒരു പെൺകുട്ടിയായിരിക്കണം ഈ കുടുംബത്തിലേക്ക് കടന്നു വരേണ്ടതെന്നാണ് ധർമ്മൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ബാലൻ ധർമ്മന് വേണ്ടി ആലോചിച്ചു. പക്ഷെ ധർമ്മന്റെ ജീവിതത്തിലേക്ക് വന്ന വേറൊന്നായിരുന്നു. സുകന്യ പിന്നെ ഓരോരോ കാരണങ്ങളൊക്കെ പറയാണ്. മുറി ചെറുതായെങ്കിൽ വേണ്ട വിധത്തിലുള്ള ഓക്സിജനും കാര്യങ്ങളൊന്നും കിട്ടില്ല. പാവം ധർമ്മൻ ഇതിന്റെ വശങ്ങളും കാര്യങ്ങളും ധർമ്മൻ അറിയത്തില്ലല്ലോ. വാസ്തു ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. ധർമ്മൻ പറഞ്ഞു, അതെ, അധികം വൈകാതെ തന്നെ അളിയൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു റൂമൊക്കെ മോളി പണിയും. അപ്പൊ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുമല്ലോ. ഇത്തിരി വലിയ മുറി തന്നെയായിരിക്കും. അളിയൻ എന്തായാലും പണിയാൻ പോന്നെ. എത്രയും പെട്ടെന്ന് തന്നെ പണിയാനായിട്ട് പറയണം. അല്ലെങ്കിലും എനിക്കെന്തോ ഈ മുറി കയറിയിട്ട് ആകെപ്പാടെ അങ്ങ് ശ്വാസം മുട്ടുക. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അതെ, കുറച്ച് ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഞാനും ആനന്ദും ആരിനും ഒക്കെ നേരത്തെ എങ്ങനെ കിടന്നോണ്ടിരുന്നതെന്നറിയോ? ഞങ്ങൾ ടെറസിന്റെ മുകളിൽ പോയി കിടക്കും. അതാകുമ്പം ഇഷ്ടം പോലെ ശുദ്ധവായും കാര്യങ്ങളൊക്കെ കിട്ടും, ഓക്സിജനും കിട്ടും. ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയണ. ഇങ്ങനെ അടച്ചിട്ട് മുറി കിടക്കേണ്ട കാര്യമില്ല. സുകന്യ ചോദിച്ചു, ടെറസിന്റെ മുകളിലോ? കൊള്ളാം, വെറുതെ അല്ല നിങ്ങൾക്കൊന്നും ഈ മുറിയോട് അത്ര താല്പര്യമൊന്നും ഇല്ലാത്ത. പക്ഷെ ഞാൻ അങ്ങനെയല്ല വളർന്നത്. എനിക്ക് എന്റേതായ ചില ഇഷ്ടങ്ങളും രീതികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ധർമ്മന് പിന്നെ എന്തോ മറുപടി പറയണമെന്നറിയില്ല. ആ സമയം ധർമ്മനോട് പറഞ്ഞു, ശരി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കുവാന്ന് പറയണ. അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മനും കിടക്കുവാണ്. ആ സമയം സുകന്യ പറഞ്ഞു, കട്ടിലിനാണെങ്കിൽ ഒട്ടും വീതി പോരാ, മുറിയാണെങ്കിൽ ചെറുത്, കട്ടിലാണെങ്കിൽ ഒട്ടും വീതിയും പോരാ, അല്ലെങ്കിലും വലിയ കട്ടിലൊക്കെ കൊണ്ടുവന്നായി ഈ മുറിയിൽ എവിടെ ഇടാനാ? അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ഇത് വലിയ കട്ടിലാണല്ലോ, ഇത്തേലാണ് അളിയനും ചേച്ചിയും കൂടെ കിടന്നോണ്ടിരുന്നത്. ഓ, അവരങ്ങനെയൊക്കെ കിടക്കുമായിരിക്കും. പക്ഷേ എനിക്ക് ആരും എന്നോട് ദേഹത്തോട് മുട്ടി ഒരുമി കിടക്കുന്നൊന്നും എനിക്കിഷ്ടമില്ല. എനിക്ക് ഇത്തിരി ഗ്യാപ്പ് വേണം, അതാ പറഞ്ഞേ. അങ്ങനെ ഇച്ചിരി നീ കിടക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല. ഇത് കേട്ടപ്പോൾ ധർമ്മൻ ഒരു അമ്പരപ്പോടെ നോക്കുവാണ്. തന്റെ ഭാര്യയാണ് ഈ പറയണേ. ധർമ്മൻ ചോദിച്ചു, അല്ല സുകന്യ, അതെന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? കിടക്കണ സമയത്ത് എന്നെ കെട്ടിപ്പിടിക്കാനൊന്നും എൻ്റെ അടുത്തേക്ക് വന്നേക്കല് എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് പില്ലോ കവർ എടുത്ത് നടുക്കേക്ക് വെക്കുവാണ്. ധർമ്മൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഉറക്കത്തിൽ പോലും ധർമ്മന്റെ കൈ സുകന്യയുടെ ദേഹത്തേക്ക് വന്ന് വീഴില്ലെന്നാണ് സുകന്യ പറഞ്ഞതിനർത്ഥം. ധർമ്മൻ ഓർത്ത്, ദൈവമേ, ഇങ്ങനെ പോ, ഇതൊക്കെ ആരുടെയും പറയാൻ പറ്റുന്ന കാര്യമാണോ? തന്റെ ചേട്ടന്മാര് തനിക്കായിട്ട് കൊണ്ടുവന്ന ബന്ധമല്ലേ? പിന്നെ ആ സമയത്ത് സുകന്യയാണ് തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ട് വന്നേ. ഇനിയിപ്പം സുകന്യയോട് എതിർത്ത് പറയുന്നത് എങ്ങനെയാ എന്നൊരു ചിന്ത ധർമ്മന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ധർമ്മം കൂടുതലൊന്നും പറയാൻ പോയില്ല. സുകന്യ അങ്ങനെ കിടന്നുറങ്ങുവാണ്. ഈ സമയത്ത് ധർമ്മന് ഭയങ്കര സങ്കടമായിപ്പോയി. ധർമ്മം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് സുകന്യ തിരിഞ്ഞു കിടന്നുറങ്ങി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നോർത്ത് ധർമ്മനാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ടായിരുന്നില്ല. ദൈവമേ, ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നെങ്കിൽ എന്തായി തീരും? ഒന്നാമത്തെ കാര്യം, വീടുമായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ആവുന്നില്ല. ദേവമംഗലത്ത് ഇവള് കാരണം ഇനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊരു ചിന്തയായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ധർമ്മനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയ കാര്യങ്ങൾ. ആ സമയത്ത് ആരിനും മിത്രയും കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേനും മിത്ര ആരിനോട് പറഞ്ഞു, എനിക്കെന്തോ ഇളയച്ചൻ്റെ അവരെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. അവരോ? അല്ല, ആ സുകന്യേച്ചിനെ. അതെന്താ അങ്ങനെ കാരണം? എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. വല്ലാത്തൊരു ജാടയൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. അതത്ര പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. പരിചയപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും. എന്നാലും അങ്ങനെയല്ല, മീനാക്ഷി എടുത്തിയ ശ്രീദേവേച്ചനും പോലൊന്നും അല്ലെന്ന് പറയണം. അത് നമ്മൾ കൂടുതൽ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നേ. ഇതിപ്പോൾ പെട്ടെന്നുള്ള ഒരു കല്യാണം കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. അതൊന്നും ഓർത്ത് നീ ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ള സത്യാവസ്ഥ മിത്ര പറയാണ്. പിന്നീട് ആര്യം നിലത്തും കിടന്നു, മിത്ര കട്ടിലേലും കിടക്കുവാണ്. ആര്യം കിടന്ന് ഉറങ്ങുവാണ്. ഈ സമയം മിത്രയ്ക്കാണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ ആര്യനെ നോക്കി കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയുടെ മനസ്സിലേക്ക് പല ചിന്തകളും വരുവാണ്. അതെ, തനിക്കിപ്പം ഇത്രയും വരെ എത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആര്യം കാരണം മാത്രമാണ്. തനിക്ക് ജോലി കിട്ടാനായിട്ട് ആര്യൻ എത്രമാത്രം കഷ്ടപ്പെട്ടു. ഇനിയിപ്പം ബാക്കി ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം പാസ്സായി നിൽക്കുവാണ്. എല്ലാം ആര്യൻ്റെ കഷ്ടപ്പാടിൻ്റെ ബലമാണ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആര്യനോട് മിത്രയ്ക്ക് ഭയങ്കര സ്നേഹം തോന്നുകയാണ്. പതുക്കെ മിത്ര എഴുന്നേറ്റ് എന്ന് ആര്യൻ്റെ അടുത്തേക്കിരുന്നു. കുറച്ച് സമയം ആര്യനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ആര്യൻ്റെ നെറ്റിയിലേക്ക് ഒരു ഉമ്മ കൊടുത്തു. പെട്ടെന്ന് ആര്യൻ ഇങ്ങനെ ഞെട്ടിപ്പെടുകയാണ്. മിത്രയോട്, ദൈവമേ, പെട്ടെന്ന് ചാടി കട്ടിലേക്ക് കയറി ആര്യൻ ഇങ്ങനെ കണ്ണൂർന്ന് നോക്കുകയാണ്. തനിക്കെന്തോ ഉമ്മ കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. ഇനി തോന്നാണോ?
അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മിത്ര കണ്ണടച്ച് കിടക്കുക. ദൈവമേ, തന്നെ എങ്ങാനും സംശയിക്കരുത്, നാണക്കേടാണ് എന്നൊരു ചിന്തയാണ് മിത്രയുടെ മനസ്സിലുണ്ടായത്. ആരിനപ്പോൾ സംശയം മിത്ര തന്നെ ഉമ്മ വെച്ചോന്ന്. തനിക്ക് തോന്നിയതായിരിക്കും, അവൾ അങ്ങനെ ചെയ്യാൻ വഴിയില്ല എന്നൊരു ചിന്ത ആരിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയം മിത്രയ്ക്ക് ആകെപ്പാടെ ചമ്മലായിപ്പോയി. ആരിനെന്തെങ്കിലും മനസ്സിലായി കാണുമോ എന്നൊരു ചിന്ത. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഇതുവരെയായിട്ടും അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇതേ സമയം ബാലനും ഗോമതിയും കൂടെ ആ ചെറിയ മുറിയിലാണ്. അപ്പോഴേക്കും ബാലന് ഗോമതിയോട് പറഞ്ഞു, അല്ല ഗോമതി, ധർമ്മന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പം അവരെ നമുക്ക് ഹണിമൂൺ ട്രിപ്പ് ഒക്കെ വരണ്ടേ? ഒന്നാമത്തെ കാര്യം അവര് അങ്ങനെ പരിചയപ്പെട്ട് വിവാഹം കഴിച്ചവരൊന്നും അല്ലല്ലോ. പെട്ടെന്നുള്ളൊരു നിമിഷത്തില് താലി ആർത്തിയല്ലേ ധർമ്മന് ആ കുട്ടിയുടെ കഴുത്തില്. അപ്പൊ പിന്നെ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ച് ദിവസം അവരൊന്ന് മാറി നിൽക്കട്ടെ എന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പം ഗോമതി പറഞ്ഞു, എനിക്കും അതൊക്കെ തോന്നുന്നുണ്ട്. അല്ലെങ്കിലും ധർമ്മനും സുകന്യയും തമ്മിൽ ഇത്രയുടെ അടുപ്പം വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർ തമ്മിൽ അത്ര പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം അവര് എവിടെയെങ്കിലും ഹണിമൂണൊക്കെ പോയിട്ട് വരട്ടെ ബാലേട്ട, അവർക്ക് തമ്മിൽ അടുക്കാനായിട്ടൊരു അവസരം കൂടി ആവുമല്ലോ എന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, നാളെ രാവിലെ ആവട്ടെ, നമുക്ക് ധർമ്മനുമായിട്ട് സംസാരിക്കാം. അവന്റെ സ്വഭാവം അറിയാലോ, അവൻ ചിലപ്പോൾ വേണ്ടാന്നൊക്കെ പറയും, ബാലേട്ടൻ നിർബന്ധിക്കണമെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു, നീ അതിനൊക്കെ കുടിച്ചോർത്ത് വിഷമിക്കണ്ട. അല്ല ബാലേട്ട, അതല്ല, അവൻ ചിലപ്പോൾ പൈസയൊക്കെ പോവല്ലോ, ബാലേട്ടനും ബുദ്ധിമുട്ടാവുമല്ലോ, കടയിൽ ആളില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് അവന് വേണ്ടാന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആ പെണ്ണിനെ, ആ പെങ്കൊച്ചിനെ കുറിച്ചും കൂടെ നമ്മൾ കരുതണ്ടേന്നൊക്കെ ചോദിക്കുകയാണ്. അവൾ ഇത്ര ചെറിയ വീട്ടിലൊന്നും കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നേ, പെട്ടെന്ന് അവൾക്ക് ഈ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അതൊന്നും സാരമില്ല ഗോമതി, പതുക്കെ പതുക്കെ ആ സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞു. പിന്നീട് പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഗോമതി ധർമ്മനും ഒക്കെ ചായ കൊണ്ടേ കൊടുക്കുകയാണ്. പക്ഷേങ്കിൽ ചായ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് അവൾ സുകന്യ പറഞ്ഞു, അതെ എനിക്ക് ചായ ഒന്നും വേണമെന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, അല്ല വേണ്ടെങ്കിൽ കൊടുക്കണ്ട ചേച്ചി എന്ന് പറയണം. അല്ല കൊണ്ടുവന്നല്ലേ, കുടിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചായ വാങ്ങിച്ചു കുടിച്ചു. അല്ല കഴിക്കാനായിട്ട് എന്തേലും അങ്ങനെ സ്പെഷ്യലായിട്ട് മോൾക്ക് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടപ്പം ധർമ്മനൊന്ന് നോക്കി ഗോമതിയെ. കാരണം ധർമ്മന് മനസ്സിലായി ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ സുകന്യ പറയുന്ന ചില കാര്യങ്ങൾക്ക് ധർമ്മന് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കാണ് ബാലൻ നടക്കാൻ പോയിട്ട് വരുന്നേ. ബാലൻ ആഹാ രാവിലെ തന്നെ എഴുന്നേറ്റെന്നൊക്കെ ചോദിക്കണം. അങ്ങനെ ബാലൻ കൊണ്ടുവന്ന് വട കൊണ്ടുവന്ന് ഗോമതിയുടെയിലേക്ക് കൊടുക്കണം. അപ്പോഴേക്കും സൂനിച്ചു ഇതെന്താന്ന് ചോദിക്കണം. അതെ രാവിലെ ബാലേട്ടൻ നടക്കാൻ പൊട്ടിരുമ്പോൾ വട കൊണ്ടുവരാറുണ്ട്. വടയോ, ഇത്ര രാവിലെ എണ്ണപ്പലഹാരോ എന്നൊക്കെ പറയണം. അപ്പോഴേ തന്നെ ബാലിനും ഗോമതിക്കും ഒക്കെ മനസ്സിലായി അവൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം. അപ്പോഴേക്കും ബാലിനത് മൈൻഡ് ചെയ്യാതെ പോയി ധർമ്മനോട് പറഞ്ഞു, എടാ ധർമ്മ, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പോകണ്ടേന്ന് ചോദിക്കാം. ഹണിമൂണോ ദേളിയ, ഞാൻ ഹണിമൂണ് പോയിട്ടാണ് കടയിലെ കാര്യങ്ങളൊക്കെ ആരും നോക്കും. ഗോമതി പറഞ്ഞു, അതൊക്കെ നോക്കാനായിട്ട് ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, ആകാശമുണ്ട്, എല്ലാവരും ഉണ്ട്, അവർ നോക്കിയോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മിത്രേ ആരും ആനന്ദമൊക്കെ അങ്ങോട്ടേക്ക് വന്നു. പെട്ടെന്ന് തന്നെ ആര്യം പറഞ്ഞു, അത് ശരിയാ, മാമന്റെ കല്യാണം കഴിഞ്ഞ് മാമന് ഹണിമൂണ് പോണെന്ന് പറയാ. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അതിന് നിങ്ങളാരും അങ്ങനെ ഹണിമൂണൊന്നും പോയില്ലല്ലോ. എന്റെ ഹണിമൂണിനെ കുറിച്ച് അറിയാലോ, അതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് മാമനോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം ആരിന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. കാരണം ഇനിയിപ്പോൾ ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യനെ 100 ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല. ബാലൻ പറഞ്ഞു, നീ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, കടയിലെ കാര്യങ്ങൾ ഓർത്ത് അതൊക്കെ നോക്കാൻ ഞങ്ങളുണ്ടല്ലോ, നിനക്ക് എവിടെ ഹണിമൂണ് പോകണമെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയണം. അത് കേട്ടപ്പോൾ ധർമ്മനൊന്ന് ആലോചിച്ചു, അല്ലാളിയാ അത് പിന്നെ എവിടെ പോകാനായിട്ടാ. ആ സമയം സുകന്യ പറഞ്ഞു, അതെ വല്ല ഊട്ടിന്നൊന്നും പറഞ്ഞേക്കല്ലോ കേട്ടോ, ഊട്ടിയൊന്നും വേണ്ട, ഞാൻ അവിടെയൊക്കെ പോയി കണ്ടോളാം, ഞാൻ കാണാത്ത സ്ഥലം തേക്കടിയാ, അത് മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗോമതി ഒന്ന് നോക്കി സുകന്യനെ. എന്നിട്ട് ധർമ്മനോട് ചോദിച്ചു, അല്ലട ധർമ്മ, നിനക്ക് എവിടെ പോകാനാ ഇഷ്ടം, നിന്റെ ഇഷ്ടം പറ എന്ന് പറയണം. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അതെ എനിക്ക് തേക്കടി ഇഷ്ടം, തേക്കടി പോയാൽ മതി, ധർമ്മന്റെ ഇഷ്ടം അത് തന്നെയാന്ന് പറയണം. ധർമ്മനൊന്നും മിണ്ടാതെ ഗോമതിയെ നോക്കണം, എന്തേലും പറയാൻ പറ്റുമോ. അപ്പോഴേക്കും പിന്നീട് ധർമ്മം പറഞ്ഞു, ശരി എന്നാ തേക്കടി പോയാൽ മതി എന്ന് പറയാം. കാരണം സുകന്യ പറഞ്ഞു, ഇനിയിപ്പോൾ അതിന്റെ പേരിലൊരു വഴക്കുണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയണേ. അത് മിത്ര ആരിനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. കാരണം മാമന് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായി. ഇന്നലെ വന്നു കയറിയതുള്ള സുകന്യ, പക്ഷെ സുകന്യ ധർമ്മനെ അടിച്ചെടുത്തുന്ന പോലെ സംസാരിക്കുന്നേ. അതൊക്കെ ബാലനും ഗോമതിയിലാണെങ്കിലും പെട്ടെന്നൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവര് വിചാരിച്ചു പുതുപ്പെണ്ണല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കി വരാനും പഠിച്ചെടുക്കാനൊക്കെ കുറിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അവരും കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. ധർമ്മം വിചാരിച്ച് ഇനിയിപ്പോൾ ഇതിന്റെ വലിയൊരു പ്രശ്നം ഉണ്ടാണ്ടെന്ന് കരുതിയിട്ടാണ് ധർമ്മനും ഒക്കെ അങ്ങനെയൊക്കെ പറയണേ. ആ തേക്കടി മതി എന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ തേക്കടി ഫിക്സ് ചെയ്തു. നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ തേക്കടി എങ്കിൽ തേക്കടി എന്ന് പറയണം. അങ്ങനെ തേക്കടിക്ക്
പോകാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളാം ധർമ്മനോട് പറയാണ്. ധർമ്മന് നല്ല വിഷമം ഉണ്ടായിരുന്നു. ധർമ്മൻ എന്തോ മനസ്സുകൊണ്ട് ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ആകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല സുകന്യയുടെ സ്വഭാവമൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.